ഹലോ മൈ ഡിയേഴ്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഡിന്നർ റെസിപ്പി ആയിട്ടാണ്. എൻ്റേതായ രീതിയിലുണ്ടാക്കിയ ഒരു പനീർ കടായി റെസിപ്പി. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം കുറച്ച് വലിയ ഷേപ്പിൽ തന്നെ സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് വലിയ ഉള്ളിയാണ്. അത് ആവറേജ് സൈസിലുള്ള 2 ഉള്ളി എടുത്തിട്ട് ക്യാപ്സിക്കം നമ്മൾ കട്ട് ചെയ്ത പോലെ സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ വേറെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അതും ഏകദേശം ഒരു ആവറേജ് സൈസുള്ള 2 ഉള്ളിയാണ്. അത് കുറച്ച് ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വഴറ്റാനുള്ളതാണ്. കൂടെ ഒരു തക്കാളിയും ഒരു 3 പച്ചമുളക് എരിവിനനുസരിച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒക്കെ നന്നായിട്ട് കുറച്ച് ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ച ക്യാപ്സിക്കത്തിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 200 ഗ്രാം പനീറാട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പനീർ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ പൊടികൾ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് പനീർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ ബട്ടർ ചേർക്കുന്നതാണ് ഈ റെസിപ്പിയിലേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പനീറൊക്കെ ചേർത്ത് അതിനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പനീർ ചേർത്ത് അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത്. പനീർ മൊത്തം പൊടിഞ്ഞു പോകും. പനീർ ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് ഗ്രേവിയിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, 1/2 സ്പൂണ് ചെറിയ ജീരകം, 1/2 സ്പൂണ് വലിയ ജീരകം, 1 സ്പൂണ് കുരുമുളക്, ഒരു ബേ ലീഫ്, അതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നു. ഇതിൻ്റെ കൂടെ മല്ലി ഉണ്ടെങ്കിൽ മല്ലിയും കൂടി ചേർക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലി ഉണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ആ സ്പൈസ് ഇട്ട് ആ സമയത്ത് തന്നെ ചേർക്കണം. മല്ലിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അവസാനം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഈ കൂട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. ഇനി നമുക്ക് ആ സെയിം ചട്ടിയിലേക്ക് 2 ബട്ടർ പീസ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കാശ്മീരി മുളക് പൊടി 1 സ്പൂണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഗ്രേവിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ചൂടാക്കി അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതാക്കി അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി, പച്ചമുളക് എന്നിവ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചത്. ഇനി നമ്മൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പേസ്റ്റ് നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച മസാല പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് 2 സ്പൂണ് ടൊമാറ്റോ സോസും 1/2 സ്പൂണ് സോയാ സോസുമാണ് ചേർക്കുന്നത്. ഈ സോസുകൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉപ്പിടുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഈ സോസിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. സോയാ സോസ് ആണെങ്കിൽ 1 സ്പൂൺ വരെ ചേർക്കാം കേട്ടോ. ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഞാനിവിടെ 1/2 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ പനീർ ഉടയാതെ നോക്കണം. നമ്മുടെ ഗ്രേവി നല്ലോണം മിക്സായി കഴിഞ്ഞാൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ 3 മിനിറ്റ് വെക്കുക. ഇപ്പോൾ ദാ നമ്മുടെ പനീർ കടായി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കടായി പനീർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.